നമസ്കാരം. ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. സർവം കൃഷ്ണമയം. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഇന്നാണ് ഗുരുവായൂരപ്പൻ്റെ പള്ളിവേട്ട. ഭഗവാൻ എല്ലാ ഭക്തജനങ്ങളെയും കാണാനായിട്ട് പുറത്തേക്ക് എഴുന്നള്ളുന്ന ഒരു ദിവസം കൂടിയാണ് കേട്ടോ. ഇന്നും നാളെയാണ് പുറത്തേക്ക് എഴുന്നള്ളി വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വൈകിട്ടാണ് ചടങ്ങുകളൊക്കെ നടക്കുക. അതുകൊണ്ട് തന്നെ ഉച്ചതിരിഞ്ഞിട്ട് ഗുരുവായൂർ ക്ഷേത്രത്തിലെ നാലമ്പലത്തിനകത്തേക്ക് പ്രവേശന നിയന്ത്രണം ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ. ഒരു 5 മണിക്കാണ് ഭഗവാനെ കിഴക്കേ നടയിൽ ആ മഞ്ചാടിച്ചെമ്പിൻ്റെ അവിടെയായിട്ട് പഴുക്കാമണ്ഡപത്തിൽ എഴുന്നള്ളിച്ച് വയ്ക്കുക. അവിടെയാണ് ദീപാരാധന. അതിന് ശേഷമാണ് ഭഗവാന്റെ കുളപ്രദക്ഷിണം, നഗരപ്രദക്ഷിണം എന്ന് പറയുന്നത് കേട്ടോ. അതിഗംഭീരമായിട്ടുള്ള എഴുന്നള്ളിപ്പാണ്. പെരുവനം കുട്ടന്മാരാരുടെ നേതൃത്വത്തിലാണ് പാണ്ടിമേളമൊക്കെ നടത്തുന്നത്. അത് 5 ആനപ്പുറത്ത് 5 ആനകളോട് കൂടിയിട്ടാണ് ഭഗവാൻ എഴുന്നള്ളുക കേട്ടോ. കൊമ്പൻ ഇന്ദ്രസനാണ് ഭഗവാന്റെ ആ ഒരു സ്വർണ്ണക്കോലം എഴുന്നള്ളിക്കുന്നത്. അങ്ങനെ കുളപ്രദക്ഷിണമായി വന്നിട്ട് പിന്നെ അകത്ത് കയറിയിട്ട് പിന്നെ ഭഗവാൻ ഒരു പിടിയാനപ്പുറത്താണ് കയറുക. ദേവി എന്ന് പറഞ്ഞിട്ടുള്ള ആനയുടെ പുറത്ത് കയറിയിട്ട് അപ്പം തിടമ്പ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ കേട്ടോ. പിന്നെ പള്ളിവേട്ടയ്ക്കായിട്ട് ഇറങ്ങും. അങ്ങനെ ആ മണ്ഡപത്തിൻ്റെ അവിടെ വന്നിട്ട് പന്നിമാനുഷ്യങ്ങളുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കൊളാടി കാരണവരാണ് ഉണ്ട് എന്ന് പറയാം. പിന്നെ അത് ഗംഭീര ബഹളമാണ്. പക്ഷികളും മൃഗങ്ങളും എല്ലാം വന്നിട്ട് ഭഗവാന്റെ പള്ളിവേട്ട. പിന്നെ ഒരു 9 പ്രദക്ഷിണമൊക്കെ ഉണ്ട് ചുറ്റമ്പലത്തിൻ്റെ അകത്ത്. അവസാന പ്രദക്ഷിണം കഴിയുന്നതോട് കൂടിയിട്ട് ഭഗവാൻ ഒരു പന്നിയെ തണ്ടിലേറ്റിയിട്ട് കൊണ്ടുപോകും. അതായത് ആ പേട്ടയാടിയിട്ട് പന്നിയെ കൊന്നു എന്നാണ് സങ്കല്പം. അങ്ങനെ പള്ളിവേട്ടയൊക്കെ കഴിഞ്ഞിട്ടാണ് ഭഗവാൻ അകത്തേക്ക് എഴുന്നള്ളുക. ഇത് വളരെ വിശേഷപ്പെട്ട ഒരു ചടങ്ങാണ് കേട്ടോ പള്ളിവേട്ട എന്ന് പറയുന്നത്. അതിനേക്കാൾ വിശേഷം എന്ന് തന്നെ പറയുന്നതാണ് ഭഗവാന്റെ ആ ഒരു പുറത്തേക്ക് എഴുന്നള്ളുന്ന കാഴ്ച ഒന്ന് കാണേണ്ടത്. അനവധി ഭക്തജനങ്ങളാണ് ഭഗവാനെ കാണാനായിട്ട് വരിക കേട്ടോ. ഭഗവാനെ നേരിട്ടുണ്ട് ആ രാജകീയമായിട്ടുള്ള പ്രൗഢിയിൽ ഭഗവാൻ പുറത്തേക്ക് എഴുന്നള്ളുന്നത് കാണാനായിട്ട്. അങ്ങനെ ഭക്തജനങ്ങളുടെ ഒരു പ്രവാഹം തന്നെയായിരിക്കും ഇന്നത്തെ ദിവസം. അപ്പോൾ ആരും മടിക്കണ്ട കേട്ടോ, വേഗം തന്നെ ഗുരുവായൂർക്ക് പോകുന്നോളൂ ഭഗവാന്റെ ആ ഒരു പുറത്തേക്കുള്ള എഴുന്നള്ളിപ്പ് കാണാനായിട്ട്, ഭഗവാന്റെ പള്ളിവേട്ടയിൽ പങ്കെടുക്കാനായിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. പിന്നെ നമ്മൾ കഞ്ഞി കുടിക്കാൻ വേണ്ടി പോകുകയാണ് കേട്ടോ. ഇപ്പോൾ ഇന്ന് ഞങ്ങളുടെ കൂടെ കഞ്ഞി കുടിക്കാനായിട്ട് നമ്മുടെ സുമ ചേച്ചി, ഇത് ട്രിവാൻഡ്രത്തുള്ള സുമമോൾ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ സബ്സ്ക്രൈബറാണ്. തുടക്കം മുതലേ നമ്മളോടൊപ്പം ഉള്ള ഒരു ചേച്ചിയാണ് കേട്ടോ. പിന്നെ മിനി എന്ന് പറഞ്ഞ ചേച്ചിയും കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കഞ്ഞി കുടിച്ചിട്ട് വരാം. എല്ലാവരും വയറ് നിറയെ കഞ്ഞി കുടിച്ചോളൂ കേട്ടോ. ഞാൻ മിഞ്ഞാന്ന് ഇവിടെ കണ്ടിരുന്നു ജലജേരിയിലെ വനച്ചേനെ. ഞാൻ പകർച്ച വാങ്ങിക്കാൻ വേണ്ടി ഇവരെ കിട്ടിയില്ല. ഗീതേച്ചിനെ ഞാൻ കഴിഞ്ഞിരുന്നു. ഗീതേച്ചി മിഞ്ഞാന്ന് പോലെ വന്നതിൻ്റെ അവിടെ നിൽക്കുക. അപ്പോൾ കയറ്റാൻ പറ്റിയാവുന്ന അവർ തള്ളി നിൽക്കുന്നത്. അപ്പോൾ നോക്കിയപ്പോൾ ചേച്ചി, അപ്പോൾ ഞാൻ ചേച്ചിൻ്റെ എൻ്റെ ഐഡിയ അന്നേക്ക് എൻ്റെ ഐഡിയ ശരിയാ. അപ്പോൾ ആ കയറ്റാൻ പറ്റും. അപ്പോൾ ഞാൻ കേട്ടു ശരിട്ടെ. ഞങ്ങളങ്ങനെ നോക്കിയത് കാണാൻ എന്താ പോണേ ഞാൻ അടുത്ത
അപ്പോൾ എല്ലാവരും കഞ്ഞിയൊക്കെ കുടിച്ചു, വയറൊക്കെ നിറഞ്ഞു, സന്തോഷമായി എന്ന് തന്നെ കരുതുന്നു കേട്ടോ. ഇന്ന് മുതിരപ്പുഴുക്കല്ല കേട്ടോ, ഇന്ന് പയറുപുഴുക്കാണ്. വൻപയറുണ്ടല്ലോ, അതാണ് ഇന്നത്തെ ദിവസം പുഴുക്കിനുണ്ടായിരിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഭഗവാൻ പള്ളിവേട്ടയ്ക്ക് പോകുകയാണല്ലോ, അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ വേഗം പണികളൊക്കെ കഴിച്ച് തീർക്കാൻ വേണ്ടിയിട്ട് ഈ മുതിരയാണെങ്കിൽ വേവാൻ കുറച്ച് സമയം എടുക്കുന്ന പറയാം, പയറാണെങ്കിൽ പെട്ടെന്ന് വേവും. അപ്പോൾ അതങ്ങനെയാണ് പറഞ്ഞു കേട്ടിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഇന്ന് പയറുപുഴുക്കുള്ളതെന്ന്. അപ്പോൾ കഞ്ഞിയും പയറുമാണ് ഇന്നുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരുടെയും വയറൊക്കെ നിറഞ്ഞു എന്ന് തന്നെ കരുതുകയാണ്. അപ്പോൾ ഇനി നമുക്ക് ഇന്നലത്തെ അലങ്കാരം പറയാം കേട്ടോ. ഇന്നലെ ഗുരുവായൂരപ്പനെ ഒരു കുഞ്ഞുണ്ണികൃഷ്ണൻ തന്നെയാട്ടോ. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ഉണ്ണിയുടെ ഒരു പ്രായം, അതേ പ്രായം തന്നെയാണ്. കാരണം ഈ ഉത്സവമൊക്കെ ആകുമ്പോൾ കൗതുകത്തിൽ ഇങ്ങനെ ഓടി നടക്കുന്ന ചെറിയ കുട്ടികളുണ്ടല്ലോ, അതേ പ്രായം തന്നെയാണ് നമ്മുടെ ഉണ്ണിക്കണ്ണൻ ഉണ്ടായിരുന്നത്. ഭഗവാനാണെങ്കിലോ 2 കൈയിലും നിറയെ വെണ്ണ പിടിച്ചിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അത്ര സന്തോഷമുണ്ട്. ഉത്സവമായതിൻ്റെ സന്തോഷം ഒന്ന് വേറെയുണ്ട്. അതുകൂടാതെ ഈ വെണ്ണ 2 കൈയിലും ഇങ്ങനെ നിറയെ കിട്ടിയതിൻ്റെ സന്തോഷവും ഭഗവാന്റെ മുഖത്ത് നന്നായിട്ടുണ്ടായിരുന്നു. അപ്പം അത്രമേൽ സന്തോഷവാനായിട്ടുള്ള ഉണ്ണിക്കണ്ണനായിട്ടായിരുന്നു ചാർത്തിയിട്ടുണ്ടായിരുന്നത്. ഈ വെണ്ണ ഇങ്ങനെ കയ്യിൽ പിടിച്ച് നിൽക്കുമ്പോഴേ, പ്രത്യേകിച്ച് 2 കൈയിലും വെണ്ണ പിടിച്ച് നിൽക്കുന്ന ഭഗവാനെ തൊഴണം എന്ന് തന്നെയാണ് പറയാറുള്ളത് കേട്ടോ. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഭഗവാൻ ആ വെണ്ണ കഴിക്കുന്ന ഒരു തിരക്കാണ്. ഒരു കയ്യിൽ നിന്ന് കഴിക്കുന്നു, അടുത്ത കയ്യിൽ നിന്ന് കഴിക്കുന്നു. ഇതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആരെങ്കിലും ചെന്ന് എന്തെങ്കിലും ഒരു സങ്കടം പറയുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരിഹാരം പറയുമോ, എന്തെങ്കിലും ഒരു ആഗ്രഹം പറയുകയാണെങ്കിലോ അതൊക്കെ ഭഗവാൻ അത് സാധിപ്പിച്ചു തരും. തഥാസ്തു എന്നാ പറയാം. ഇത് എന്താണെങ്കിലും അത് സാധിപ്പിച്ചു തരും. കാരണം അതിനുള്ള സമയമൊന്നുമില്ല. ഈ വെണ്ണ കഴിക്കുന്ന തിരക്കിലാണ് ഭഗവാൻ. അതാണ് താമരക്കണ്ണനെ തൊഴാനായിട്ടും ഇത്രയേറെ തിരക്കുള്ളത് കേട്ടോ. താമരക്കണ്ണനെ കണ്ടിട്ടുണ്ടല്ലോ, താമരയിൽ ഭഗവാൻ ഒരു കയ്യിൽ വെണ്ണയും ഒരു കയ്യിൽ അമൃതമായിട്ടിരിക്കാം. അപ്പം അതും ഇതേ ആ ഒരു ചിന്ത തന്നെയാണ് അവിടെ വരുന്നത്. അതായത് ഭഗവാൻ വെണ്ണ കഴിക്കുന്നു, പിന്നെ അമൃത് കുടിക്കുന്നു, വെണ്ണ കഴിക്കുന്നു, അമൃത് കുടിക്കുന്നു. അപ്പം ഇത് കഴിക്കുകയും കുടിക്കുകയും ചെയ്യുന്ന തിരക്കിലെ ഭക്തജനങ്ങൾ എന്ത് വന്ന് പറഞ്ഞാലും ആ ശരി ശരി അതേപോലെ തന്നെ സംഭവിക്കട്ടെ, തഥാസ്തു, ആഗ്രഹങ്ങളൊക്കെ നിറവേറട്ടെ എന്ന് വേഗം ഭഗവാൻ പറയുകയും ചെയ്യാം. കൂടുതൽ കാര്യങ്ങളൊന്നും അന്വേഷിക്കാൻ നിൽക്കില്ല, ഇതൊക്കെ കഴിക്കേണ്ട തിരക്കിലാണല്ലോ. അപ്പോൾ അതാണ് താമരക്കണ്ണൻ തൊഴുന്നിടത്തും ഇത്രയേറെ തിരക്കുള്ളൂ. പുതിയൊരു താമരക്കണ്ണൻ വന്നിട്ടുണ്ട്. എവിടെയാണെന്നറിയോ? ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് മനോഹരമായിട്ടുള്ള രൂപങ്ങൾ കമാനങ്ങളൊക്കെ ഒരുക്കുമെന്ന് പറഞ്ഞില്ലേ, അത് ആ ഒരു കിഴക്ക് തെക്ക് മൂലയിലായിട്ടാണ് കേട്ടോ. വൈഷ്ണവം വേദി വന്നിട്ടുണ്ട്. അവിടെയായിട്ട് അതിമനോഹരമായിട്ടൊരു താമരക്കണ്ണനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ വരുന്നവർ അതും കൂടെ ഒക്കെ ഒന്ന് കാണുക. അപ്പോൾ നമ്മുടെ വെണ്ണ 2 കൈയിലും വെണ്ണ പിടിച്ചു നിൽക്കുന്ന ഭഗവാന്റെ രൂപം എല്ലാവരും ഒന്ന് മനസ്സിൽ ധ്യാനിച്ചിട്ട് നന്നായിട്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ. എല്ലാവരുടെയും പ്രാർത്ഥനകൾ ഗുരുവായൂരപ്പൻ കേൾക്കട്ടെ. എല്ലാവരെയും ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ. ഭഗവാന്റെ പാദങ്ങളിൽ എല്ലാവരും ഒന്ന് നമസ്കരിച്ചോളൂ. ഗുരുവായൂരപ്പ ശരണം എന്നൊന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ. ഇനി നമുക്ക് ഒരു കഥ പറയാം. ഇന്നലെ ഞാൻ വരരുചിയുടെ കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് രാമായണത്തിലെ ഏറ്റവും പ്രസക്തമായിട്ടുള്ള ശ്ലോകങ്ങൾ, പ്രസക്തം എന്ന് ഉദ്ദേശിക്കുന്ന ഏറ്റവും ഉദാത്തമായിട്ടുള്ള ശ്ലോകങ്ങൾ ഏതാണെന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കണ്ടുപിടിക്കുന്ന കഥയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തുടർച്ചയായിട്ട് ഒരു ഭാഗം കൂടി ഉണ്ട് കേട്ടോ. അതാണ് ഇന്ന് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ആ ഒരു ശ്ലോകമൊക്കെ കണ്ടെത്തിയിട്ട് വരരുചിക്ക് ധാരാളം സമ്മാനങ്ങളൊക്കെ ഈ രാജാവ് നൽകി. അപ്പോൾ ആ ഒരു സന്തോഷമൊക്കെ ഒന്ന് കഴിഞ്ഞ സമയത്ത് വരരുചി ബാക്കി കേട്ട കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ചു. കാരണം ആ ഒരു കുടുംബത്തിൽ, ആ ഒരു പറയ കുടുംബത്തിൽ ജനിച്ച ആ പെൺകുട്ടിയെ താൻ വിവാഹം കഴിക്കുന്നതാണല്ലോ വനദേവതമാര് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് അദ്ദേഹത്തിന് ഓർമ്മ വന്നു. അത് അദ്ദേഹത്തിന് താല്പര്യമില്ലാത്ത കാര്യമാണല്ലോ. അപ്പോൾ അതെങ്ങനെയെങ്കിലും തടയണം. അതിന് വേണ്ടിയിട്ട് രാജാവിൻ്റെ അടുത്ത് തന്നെ പോയി പറഞ്ഞു. ഞാൻ പറഞ്ഞത് എപ്രകാരം എന്ന് വെച്ചാൽ, അത് അവിടെ ഒരു കുട്ടി ഉണ്ടായിട്ടുണ്ട്. ആ കുട്ടി 3 വയസ്സായി കഴിഞ്ഞാൽ അത് രാജ്യത്തിന് തന്നെ ദോഷകരമായിട്ടാണ് വരിക, ആ കുട്ടിയുടെ ഒരു ജന്മം. അതുകൊണ്ട് അത് വെച്ച് നീട്ടരുത്, അതിനെ വേഗം തന്നെ ഇല്ലാതാക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ രാജാവ് ഇത് കേട്ടപ്പോൾ ഇദ്ദേഹം പറഞ്ഞത് വിശ്വസിച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം ഒരു ശാസ്ത്രജ്ഞനാണ്, ശാസ്ത്രവും പുരാണവും ഒക്കെ നിറയെ അറിയുന്ന ഒരു വ്യക്തിയാണ് വരരുചി. അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്തായാലും തെറ്റാനായിട്ട് സാധ്യതയില്ല, ആ പ്രവചനം തെറ്റാൻ സാധ്യതയില്ല എന്ന് രാജാവിന് മനസ്സിലായി. പക്ഷേ ഈ കുഞ്ഞിനെ കൊല്ലുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബാലനിഗ്രഹം, അതൊക്കെ പാപമല്ലേ പെട്ടെന്ന്. ശരിക്കും അതൊരു പെൺകുട്ടിയും കൂടിയാണ്. അപ്പോൾ അതിനേക്കാൾ വലിയ ഒരു സങ്കടമാണ് രാജാവിന് ഉണ്ടാക്കിയത്. അപ്പോൾ കൊല്ലാനായിട്ട് മനസ്സ് വന്നില്ല. അങ്ങനെ വേറെ എന്താണ് പരിഹാരം ചെയ്യേണ്ടത് നോക്കിയപ്പോൾ പലരും പറഞ്ഞു ഈ കുട്ടിയെ ഉപേക്ഷിക്കുക. അതായത് അതിനെ ഒരു വാഴപ്പിണ്ടി കൊണ്ട് ഒരു ഓടം പോലെയൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൽ കിടത്തിയിട്ട് തലയിൽ ഒരു പന്തവും കൂടെ കൊളുത്തി വെച്ചിട്ട് ഒഴുക്കി വിടുക നദിയിൽ കൂടെ. അത് എവിടേക്കാണെന്ന് വെച്ചാൽ പോയിക്കോട്ടെ, നമ്മുടെ രാജ്യത്ത് നിന്ന് പോയാൽ മതിയല്ലോ, ആ രീതിയിലാണ്. അപ്പോൾ അതെല്ലാവർക്കും സമ്മതമായി. അപ്പോൾ വരരുചിയാണെങ്കിൽ ആ കുട്ടിയുടെ വീട് ഏകദേശം ഇന്ന ദിക്കിലാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ഭടന്മാരൊക്കെ ചെന്ന് ആ കുഞ്ഞിനെ പിടിച്ചു കൊണ്ടുവന്നിട്ട് ഇതേപോലെ ഒരു വാഴപ്പിണ്ടി കൊണ്ടൊക്കെ കെട്ടിയിട്ട് അതിൽ കുഞ്ഞിനെ കിടത്തിയിട്ട് തലയിൽ ഒരു പന്തവും കൂടെ കൊളുത്തി വെച്ചിട്ട് നദിയിലൂടെ ഒഴുക്കി വിട്ടു.
അപ്പോൾ ഈ സംഭവമൊക്കെ കഴിഞ്ഞപ്പോഴാണ് വരരുചിക്ക് ഒരു സമാധാനമായത്. കാരണം തൻ്റെ തലയിൽ ഇത് വരുമെന്ന് വിചാരിച്ചിട്ടല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് ഇനി പോയല്ലോ, ഒഴിഞ്ഞു പോയല്ലോ എന്നുള്ള സന്തോഷത്തിലാണ് പിന്നീട് വരരുചി ജീവിക്കുന്നത്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഈ വരരുചി മറ്റൊരു ബ്രാഹ്മണൻ്റെ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് പോയി. അപ്പോൾ ഇദ്ദേഹത്തെ കണ്ടപ്പോൾ അവിടുത്തെ ആ ഒരു കാരണവർ പറഞ്ഞു, ഇവിടെ ഊണൊക്കെ കാലമായിട്ടുണ്ട്, വേഗം പോയിട്ട് കുളിച്ച് വന്നോളൂ, ഭക്ഷണം ഒരുക്കി വെക്കാം എന്ന് പറഞ്ഞു, എടുത്തു വെക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ വരരുചി ചിന്തിച്ച് ഈ ഒരു ബ്രാഹ്മണൻ്റെ ആ ഒരു ബുദ്ധിശക്തിയെ ഒന്ന് പരീക്ഷിച്ച് നോക്കാം എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ ഭക്ഷണമൊക്കെ കഴിക്കാം, പക്ഷെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് ഈ ഡിമാൻഡ് എന്നൊക്കെ പറയില്ലേ, അതൊക്കെ സമ്മതമാണെങ്കിൽ മാത്രമേ ഞാൻ ഇപ്പോൾ കുളിക്കാൻ പോകണമെങ്കിൽ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അയ്യോ അതെന്താണാവോ, എന്താണെങ്കിലും ഒന്ന് പറയൂ, സാധിക്കുന്നതാണെങ്കിൽ അത് ചെയ്തു തരാം എന്നും പറഞ്ഞു. അപ്പോൾ വരരുചി പറഞ്ഞു കേട്ടോ, കുളി കഴിഞ്ഞ് വന്നാൽ എനിക്ക് മാറ്റി കൊടുക്കാനായിട്ട് വീരാളിപ്പട്ട് വേണം എന്ന് പറഞ്ഞു. 100 പേർക്ക് ഭക്ഷണം കൊടുത്തതിന് ശേഷം മാത്രമേ എനിക്ക് കഴിക്കാനായിട്ട് സാധിക്കുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ 108 കൂട്ടം കൂട്ടാൻ വേണം, കറികൾ വേണം എന്ന് പറഞ്ഞു. പിന്നെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് 3 പേരെ എനിക്ക് കഴിക്കണം, എനിക്ക് തിന്നണം, 4 പേര് എന്നെ ചുമക്കുകയും വേണമെന്ന് പറഞ്ഞു. ഇതൊക്കെ കണ്ട് കേട്ടപ്പോൾ ആ ബ്രാഹ്മണൻ ആകെ അന്താളിച്ചു പോയിട്ടോ. അദ്ദേഹത്തിനൊന്നും മനസ്സിലായില്ല എന്താണ് വരരുചി ഉദ്ദേശിക്കുന്നതെന്ന്. അപ്പം അങ്ങനെ ശങ്കിച്ച് നിൽക്കുന്ന സമയത്താണ് അകത്ത് നിന്ന് ഒരു ശബ്ദം കേട്ടു. ഒരു പെൺകുട്ടി, ഒരു കന്യക. അവർ പറയുന്നുണ്ട്, അച്ഛനൊന്നുകൊണ്ട് വിഷമിക്കേണ്ട, അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു തരാം എന്ന് പറഞ്ഞോളൂ, എന്നിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് വരട്ടെ, അദ്ദേഹത്തോട് കുളിച്ചിട്ട് വരാനായിട്ട് പറയൂ, നമ്മളതെല്ലാം തയ്യാറാക്കി വെക്കാം എന്ന് പറയൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞതനുസരിച്ചിട്ട് ഈ ബ്രാഹ്മണൻ വരരുചിയുടെ അടുത്ത് പറഞ്ഞു. അതനുസരിച്ച് വരരുചി കുളിക്കാനായിട്ട് പോയി. അപ്പോൾ ഈ പിതാവുണ്ടല്ലോ ബ്രാഹ്മണൻ, അത് വന്നിട്ട് ആ ഒരു കന്യകയുടെ അടുത്ത്, ആ പെൺകുട്ടിയുടെ അടുത്ത് ചോദിച്ചു, എന്താ മോളെ ഈ പറഞ്ഞത്, നമുക്കതൊക്കെ സാധിക്കുമോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ പെൺകുട്ടി പറഞ്ഞു, അച്ഛാ അദ്ദേഹം പറഞ്ഞത് അച്ഛന് മനസ്സിലാകാഞ്ഞിട്ടാണ്, ഞാൻ പറഞ്ഞു തരാം എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞു. അങ്ങനെ ആ പെൺകുട്ടി തൻ്റെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, അദ്ദേഹം വീരാളിപ്പട്ട് വേണം എന്ന് പറഞ്ഞത് ചീന്തൽ കോണകം വേണം എന്നാണ് ഉദ്ദേശിച്ചത്. പിന്നെ 100 പേർക്ക് ഭക്ഷണം കൊടുക്കണം എന്ന് പറഞ്ഞതെന്ന് പറഞ്ഞാൽ വൈശ്യം കഴിക്കണം എന്നാണ്. അതായത് അതൊരു പ്രത്യേക താന്ത്രികപര ഒരു പൂജയാണ് അത്. ആ ഒരു വൈശ്യം കഴിച്ചു കഴിഞ്ഞാൽ 100 ദേവതമാരെ പ്രീതിപ്പെടുത്തുന്നതിന് തുല്യമാണെന്നാണ് പറയുക. അത് ചെയ്യണം എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. പിന്നെ 108 കൂട്ടം കറികൾ വേണമെന്ന് പറഞ്ഞത് ഇഞ്ചിയും തൈരും വേണമെന്നാ, ഇഞ്ചിക്കറി. അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് 108 കൂട്ടം കറികളുടെ ഫലമാണ്, അതുപോലെയാണെന്നാണ് പറയുക ഈ ഇഞ്ചി തൈരിനെ. അപ്പോൾ അതാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. പിന്നെ 3 പേരെ കഴിക്കാൻ വേണം, അത് വെറ്റിലയും അടക്കയും 100 കൂട്ടിയിട്ട് മുറുക്കുക, അതാണ് അച്ഛാ അത് ഉദ്ദേശിച്ചത്. പിന്നെ 4 പേര് ചുമക്കണം എന്ന് പറയണത് കട്ടിലിനെയാണ്. ഊണ് കഴിച്ചു കഴിഞ്ഞാൽ കുറച്ചൊന്ന് വിശ്രമിക്കണ്ടേ, അതാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്ന് ഈ പെൺകുട്ടി അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു. അച്ഛൻ ശരിക്കും അതിശയിച്ചു പോയിട്ടോ തൻ്റെ മകളുടെ ആ ഒരു ബുദ്ധി സാമർഥ്യം കണ്ടിട്ട്. എന്നാൽ ശരി മകളെ, വേഗം പോയിട്ട് അതെല്ലാം ഒരുക്കൂ, അദ്ദേഹം കുളി കഴിഞ്ഞ് വരാനായി എന്ന് പറഞ്ഞു. അങ്ങനെ വരരുചി കുളി കഴിഞ്ഞു വന്നു. അദ്ദേഹത്തിന് വേണ്ടുന്ന എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഹവിസ്, ചന്ദനം, പൂവ്, അതായത് വൈശ്യത്തിന് വേണ്ട കാര്യങ്ങൾ, പിന്നെ ഇഞ്ചി തൈര്, അങ്ങനെ എല്ലാം അദ്ദേഹത്തിന് ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ആ വൈശ്യമൊക്കെ കഴിഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഊണൊക്കെ കഴിച്ചു. അദ്ദേഹം മുറുക്കാനുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. കിടന്നുറങ്ങാനുള്ള കട്ടിലും അതിൽ പായും തലയിണയും ഒക്കെ ഒരുക്കി വെച്ചിട്ടാണ് ആ വരരുചിയെ അവർ കാത്തിരുന്നത്. അങ്ങനെ അദ്ദേഹം ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് മുറുക്കുകയൊക്കെ ചെയ്തിട്ട് കിടന്നിട്ട് ഇങ്ങനെ ആലോചിക്കുകയാണ്. ആ ഒരു പെൺകുട്ടിയുടെ ബുദ്ധി സാമർഥ്യം, താൻ പറഞ്ഞ കാര്യങ്ങളൊക്കെയും ആ പെൺകുട്ടിക്ക് മനസ്സിലായിരിക്കണം, അത്രയും ബുദ്ധിമതിയാണ് അവളെന്ന് മനസ്സിലായി. അങ്ങനെ ആ പെൺകുട്ടിയെ വിവാഹം കഴിച്ചാൽ കൊള്ളാം എന്നുള്ളൊരു ചിന്ത അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വന്നു. അങ്ങനെ വരരുചി തൻ്റെ ആഗ്രഹം ആ ബ്രാഹ്മണൻ്റെ അടുത്ത് പറഞ്ഞു, ആ പിതാവിൻ്റെ അടുത്ത് പറഞ്ഞു. വളരെ സന്തോഷത്തോട് കൂടിയിട്ട് പിതാവ് അത് സമ്മതിച്ചു. ഇവരുടെ 2 പേരുടെയും വിവാഹം അടുത്തൊരു ശുഭമുഹൂർത്തത്തിൽ നടത്തി കൊടുക്കുകയും ചെയ്തു. അങ്ങനെ അവരിങ്ങനെ നല്ല സന്തോഷത്തോട് കൂടിയിട്ട് ഭാര്യയും ഭർത്താവും ഒക്കെ ആയിട്ട് ജീവിക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം അവരുടെ ഒരു സ്വകാര്യ നിമിഷത്തിൽ ഈ പെൺകുട്ടിയുടെ തൻ്റെ ഭാര്യയുടെ തലമുടിയൊക്കെ ഇങ്ങനെ കോതിക്കൊടുത്ത് നല്ല ഭംഗിയിൽ കെട്ടിവെച്ച് കൊടുക്കുക. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ തലയിലെ ഒരു പാട് കണ്ടത്. പന്തം കൊളുത്തിയിട്ട് വെച്ച പാടാണത് കേട്ടോ. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഇതെന്താണെന്ന് ചോദിച്ചു ഈ പെൺകുട്ടിയുടെ അടുത്ത് വരരുചി. അപ്പോൾ ഈ പെൺകുട്ടി പറഞ്ഞു, ഞാൻ പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്, എൻ്റെ അമ്മ ആറ്റിൽ കുളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ഈ വാഴപ്പിണ്ടി കൊണ്ടുള്ള ആ ഒരു ചങ്ങടം പോലത്തെ അതിൽ ഒഴുകി വരുന്നത് കണ്ടത്. അങ്ങനെ അത് ആ ഒരു സമയത്ത് ഒരു പന്തവും തലയിൽ കൊളുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അമ്മ കണ്ടപ്പോൾ എന്നെ എടുത്ത് വളർത്തിയതാണ്, അല്ലാതെ അവർ പ്രസവിച്ച മകളല്ല ഞാൻ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ വരരുചിയുടെ ഒരു ബുദ്ധിഭാവം കൊണ്ട് അദ്ദേഹത്തിന് മനസ്സിലായി, അന്ന് ഒഴുക്കി വിട്ട ആ ഒരു പറയ കുടുംബത്തിൽ ജനിച്ച പെൺകുട്ടിയാണ് ഈ പെൺകുട്ടി, ബ്രാഹ്മണ പെൺകുട്ടിയല്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി.
പെട്ടെന്ന് ഈ ഒരു അറിവ്, അല്ലെങ്കിൽ അറിവെന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ആ ഒരു മനസ്സിലായപ്പോൾ അദ്ദേഹത്തിന് ഒരു സങ്കടം തോന്നിയെങ്കിൽ കൂടെ അതാണ് വിധി. അപ്പോൾ പിന്നെ അദ്ദേഹം അതുമായിട്ട് പൊരുത്തപ്പെട്ടു. ഇനി അല്ലാതെ എന്താ ചെയ്യുക? അദ്ദേഹം പറഞ്ഞു, ഇനി നമുക്കിവിടെ എന്തായാലും താമസിക്കണ്ട, നമുക്ക് ഓരോ ദേശങ്ങളിലായിട്ട് തീർത്ഥാടനം പോലെ ഓരോ ദേശങ്ങൾ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ട് പോകാം എന്ന് പറഞ്ഞിട്ട് പിന്നെ അവർ ദേശസഞ്ചാരങ്ങൾക്ക് ഇറങ്ങുകയാണ്. അത് മലയാള നാട്ടിലാണെന്നാണ് പറയുന്നത്. അപ്പോൾ അവർ പരദേശികളാണെന്ന് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ ഓരോ ദേശങ്ങളിലായിട്ട് ഇവർ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഓരോരോ ദിക്കുകളിലായിട്ട് അവർ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഭാര്യ ഗർഭിണിയായി. അങ്ങനെ ഗർഭം പൂർണ്ണമായപ്പോൾ ഒരു കാട്ടിലെ, അന്നത്തെ പാതകളൊക്കെ അങ്ങനെയാണല്ലോ, അവിടെ പോയിട്ട് പ്രസവിച്ചു കൊള്ളാനായിട്ട് പറഞ്ഞു. ആരും കൂട്ടിനില്ല, ഈ ഭാര്യയും ഭർത്താവും മാത്രമേ ഉള്ളൂ. ഭർത്താവ് പുറത്തിരുന്നു, ഭാര്യ പ്രസവിച്ചു. കുഞ്ഞിനെ ഏറ്റെടുക്കാനോ പിടിക്കാനോ ഒന്നും ആരും ഇല്ല കേട്ടോ. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഈ കുഞ്ഞിനെ ആരെങ്കിലും നോക്കണ്ടേ, ഇവർക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഈ ഒരു കുഞ്ഞിനെ ഭഗവാൻ ദൈവം ജനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഇരയും ഭഗവാൻ കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. കുഞ്ഞിന് വായുണ്ടോ എന്ന് ചോദിച്ചു. വായുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഈ ഭാര്യ പറഞ്ഞു വായുണ്ട്, എന്നാൽ പിന്നെ അതിനെ അവിടെ ഉപേക്ഷിച്ചോളൂ, എന്നിട്ട് നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ആ കുഞ്ഞിനെ അവിടെ ഉപേക്ഷിച്ചിട്ട് അവർ നടന്നകന്നു. അപ്പോൾ ഇന്നത്തെ പോലത്തെ പ്രസവരക്ഷ അല്ലെങ്കിൽ പ്രസവിച്ച് കിടക്കൽ അങ്ങനെയുള്ള യാതൊരു കാര്യവും അവിടെ ഇല്ല കേട്ടോ. അവർക്ക് കിട്ടുന്ന മരുന്നുകൾ, കാട്ടിൽ നിന്ന് ലഭിക്കുന്ന, അവിടെ നിന്ന് ലഭിക്കുന്ന കായ്കനികൾ, ആ കാട്ടാറിൽ നിന്നുള്ള വെള്ളം, വല്ലപ്പോഴും ഭിക്ഷ അയച്ച് കിട്ടുന്ന എന്തെങ്കിലും, ഇതൊക്കെ കൊണ്ടാണ് അവർ ജീവിച്ചിരുന്നത്. പക്ഷെ അവർക്ക് അത് മതിയായിരുന്നു. അങ്ങനെ ഓരോരോ നാടുകളിലായിട്ട് ഇവരിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ പോകുന്ന സമയത്തെല്ലാം വർഷങ്ങളെടുത്തിട്ട് അവർ 11 തവണ ഓരോ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി. അപ്പോൾ അവർക്കൊക്കെ വായുണ്ട്. എല്ലാവരുടെ അടുത്തും ഓരോ പ്രസവം കഴിഞ്ഞാലും വായുണ്ടോ കുട്ടിക്ക് എന്ന് ചോദിക്കും. വായുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉപേക്ഷിക്കും. കാരണം വായു നൽകിയിട്ടുള്ള ഭഗവാന്, ദൈവത്തിന് അതിനുള്ള ഇരയും കൂടെ നൽകാനുള്ള പ്രാപ്തിയുണ്ട്. അപ്പോൾ അതെങ്ങനെയെങ്കിലും ജീവിച്ചു പൊക്കോളും എന്ന് വിചാരിച്ചിട്ടാണ് ഓരോ കുഞ്ഞുങ്ങളെയും അവിടെ തന്നെ ഉപേക്ഷിക്കാനായിട്ട് പറഞ്ഞിട്ട് അടുത്ത ദിക്കിലേക്ക് ഇവർ സഞ്ചരിക്കും. അപ്പോൾ ഈ കുട്ടികളെയൊക്കെ ഓരോരോ സമുദായത്തിൽ പെട്ടവർക്കാണ് ലഭിക്കുക. അപ്പോൾ അവർ അവരുടേതായിട്ടുള്ള രീതിയിലൊക്കെ ഈ കുട്ടികളെ വളർത്താനായിട്ടും തുടങ്ങി. അങ്ങനെ 11 പ്രസവം കഴിഞ്ഞു. 12ാമത്തെ കുഞ്ഞിനെ ഗർഭം ധരിച്ചു. അപ്പോഴൊക്കെ ഈ അമ്മയ്ക്ക് നല്ല വിഷമമുണ്ട് കേട്ടോ. കാരണം ഇത്രയും പ്രസവം ഉണ്ടായിട്ട് ഒരു കുഞ്ഞിനെ പോലും കിട്ടിയില്ല. അങ്ങനെ ഈ 12ാമത്തെ കുഞ്ഞിനെ പ്രസവിച്ചു. അപ്പോഴും രുചി ചോദിച്ചു, ഈ കുഞ്ഞിന് വായുണ്ടോ എന്ന്. അപ്പോൾ അമ്മയ്ക്ക് ഇല്ല എന്ന് പറയാനാ തോന്നിയേ. കാരണം വായുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ വായില്ല എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ കുട്ടീനെ എടുത്തോളൂ എന്നായി രുചി. അങ്ങനെ വായുള്ള കുട്ടിയായിരുന്നു. പക്ഷെ അത്രയും വിശിഷ്ട വ്യക്തികളാണ് അവർ, ശ്രേഷ്ഠരായിട്ടുള്ള വ്യക്തികളാണ്. അതുകൊണ്ട് തന്നെ ആ അമ്മ വായില്ല എന്ന് പറഞ്ഞപ്പോൾ ഈ കുഞ്ഞിന് ഉള്ള വായി ഇല്ലാതായി എന്നാണ് പറയണത്. അതാണ് വായില്ല കുന്നിലപ്പൻ എന്നുള്ള ആ ഒരു പേര് ലഭിച്ചത്. അങ്ങനെ ആ വായില്ലാത്ത കുഞ്ഞിനെ ഒരു കുന്നിൻ്റെ മുകളിൽ പ്രതിഷ്ഠിച്ചു. അങ്ങനെയാണ് വായില്ല കുന്നിലപ്പൻ എന്നുള്ള ഒരു പേര് ലഭിച്ചത് കേട്ടോ. അങ്ങനെ 12 കുട്ടികളുണ്ടായി. 12 പേരെയും പല പേരുകളൊക്കെ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. മേളത്തോൾ അഗ്നിഹോത്രി, പിന്നെ നാരായണത്ത് ഭ്രാന്തൻ, പാക്കനാരെ, ഒളിയന്നൂർ തച്ചൻ, അകവൂർ ചാത്തൻ, പിന്നെ ആരാണ് ഉപ്പുകൂറ്റൻ, വായില്ല കുന്നിലപ്പൻ. അങ്ങനെയാണ് 12 പേരുള്ളത്. ഇനിയുണ്ട് കേട്ടോ, എല്ലാവരുടെ പേരും എനിക്കറിയില്ല. 12 പേരാണുള്ളത് പറയപ്പെട്ട പന്തീരുകുലത്തിൽ. അപ്പോൾ ഇവരെ ഓരോരോ സമുദായങ്ങളിൽ പെട്ടവർക്കാണ് ഇവരെ ലഭിച്ചത്. ആ ഒരു സമുദായത്തിൻ്റെ രീതികളിൽ ഇവർ വളർന്നു വരികയാണ് ചെയ്തത്. അപ്പോൾ ചെറുപ്പത്തിൽ ഇവർക്ക് പരസ്പരം അറിയണ്ടായിരുന്നില്ല. പക്ഷെ വലുതായതിനു ശേഷം ഇവർക്ക് മനസ്സിലായി തങ്ങൾ സഹോദരന്മാരാണ് എന്നവർ മനസ്സിലാക്കി. പക്ഷെ അപ്പോഴും അച്ഛനും അമ്മയും, അതായത് വരരുചിയും പത്നിയൊക്കെ ആ ഒരു ദേശസഞ്ചാരത്തിൽ തന്നെയായിരുന്നു. അവർ അങ്ങനെയാണ് അവരുടെ കാലം കഴിച്ചു കൂട്ടിയത് കേട്ടോ. പക്ഷെ അതിനുശേഷം ഈ അമ്മയുടെയും അച്ഛൻ്റെയും ശ്രാദ്ധത്തിന് വേണ്ടിയിട്ട് ഈ കുട്ടികളെല്ലാവരും, അപ്പോൾ മുതിർന്നു, അവരെല്ലാവരും ഒത്തുകൂടും. അത് അഗ്നിഹോത്രിയുടെ വീട്ടിലാണ് എല്ലാവരും കൂടിയിട്ട് ഒത്തുകൂടുക. പക്ഷെ അവരുടെ കുടുംബാംഗങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ പത്നിക്കൊന്നും വലിയ താല്പര്യമില്ല കേട്ടോ. കാരണം അന്നത്തെ ആ ഒരു അയിത്ത സമ്പ്രദായം എന്ന് പറയുന്നത് അങ്ങനെയായിരുന്നു. ഓരോരോ വിഭാഗങ്ങളിൽ പെട്ടവർ അങ്ങനെ മാറി നിൽക്കണം, നീങ്ങി നിൽക്കണം എന്നൊക്കെയായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ച് തൻ്റെ കുടുംബത്തിൽ വന്നിട്ട് ശ്രാദ്ധം മുട്ടുന്നതൊന്നും ആ സ്ത്രീക്ക് ചിന്തിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു. അതൊന്നും അവർക്ക് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അപ്പോൾ ഇത് തൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് പറഞ്ഞ സമയത്ത് അതിനും വഴി ഉണ്ടാക്കാമെന്ന് അഗ്നിഹോത്രിയും പറഞ്ഞു. പിന്നെ കുറേ കഥകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നുണ്ട് കേട്ടോ. ഓരോരോ സന്ദർഭങ്ങളിലായിട്ട് ഈ സ്ത്രീക്ക് മനസ്സിലാകുന്നത്. അതേപോലെ തന്നെ ഈ ഓരോരുത്തരും അവരവരുടെ സമുദായത്തിൽ വലിയ കേമന്മാരായിട്ടാണ് മാറിയിട്ടുണ്ടായിരുന്നത്. പല അത്ഭുത കഥകളും പറഞ്ഞു കേട്ടിട്ടുണ്ട്.
അപ്പോൾ അതൊക്കെ വരുന്ന ദിവസങ്ങളിലായിട്ട് പറയാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഒരു മുതിർന്ന ഒരു ഭാഗം വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ അടുത്ത ഭാഗങ്ങളൊക്കെ അടുത്ത ദിവസത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഗുരുവായൂർക്ക് എത്രയും പെട്ടെന്ന് പോകുന്നുള്ളൂ കേട്ടോ. ഇന്നും നാളെയും കൂടെയുള്ള ഉത്സവത്തിൻ്റെ ആ ഒരു തിരക്കും ഭഗവാന്റെ ആ ഒരു എഴുന്നള്ളിപ്പും എല്ലാം കാണാനായിട്ട് വേഗം ഗുരുവായൂർക്ക് പോകുന്നുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നാളത്തെ വീഡിയോയിൽ കാണാം. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ.